ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മാണം ആരംഭിച്ച കല്യാണ മണ്ഡപം യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് 1,55,00,000 രൂപ മുടക്കിയാണ് കല്യാണ മണ്ഡപവും സാംസ്കാരിക നിലയവും പൂർത്തിയാക്കിയത്. ഒരു മാസത്തിനുള്ളിൽ മണ്ഡപം പഞ്ചായത്തിന് കൈമാറും. 2014 ചപ്പാത്തിൽ കല്യാണ മണ്ഡപത്തിന്റെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരാതിനായ MD തോമസ് ആണ് ബഹുവർഷ പദ്ധതിയിൽ 80 ലക്ഷം രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. 2015 മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഡ്വക്കേറ്റ് സിറേഖ് തോമസ് 2 തവണയായി 40 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം നടത്തി. 2020 ജില്ലാ പഞ്ചായത്ത് അംഗമായി വന്ന ആശ ആന്റണി ചുറ്റുമതിൽ നിർമ്മിക്കുകയും തറയോട് മനോഹരമാക്കുകയും ചെയ്തു. പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കി. മുകൾ ഭാഗത്ത് ഓഡിറ്റോറിയവും അടിനില അടുക്കളയും ഭക്ഷണശാലയുമാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ശബരിമല സീസണിൽ ശബരിമല ഇടത്താവളമായും ഇത് ഉപയോഗിക്കാൻ കഴിയും. 11 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. വയറിംഗിന് 3 ലക്ഷവും ഉപകരണങ്ങൾ വാങ്ങാൻ 2 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. വെള്ളവുമാണ് നമുക്കിനി വേണ്ടത്. ഗ്രൗണ്ട് വാട്ടറുകാർ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. മറ്റ് നടപടികൾ ഉടനെ തന്നെ ടെൻഡറാകും. 3 ലക്ഷം രൂപ വയറിങ്ങിന് വകയിരുത്തിയിട്ടുണ്ട്. അതും ഈ പണികൾ പൂർത്തീകരിച്ച ഉടനെ തന്നെ നമുക്ക് ആ വയറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും. കാരണം വയറിംഗ് പ്രവൃത്തികൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ പഞ്ചായത്തിന് വിട്ടു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഫർണിച്ചർ അടക്കം കുറച്ച് പദ്ധതികൾ ചെയ്ത് തീർക്കാറുണ്ട്. പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫർണിച്ചർ ഇറക്കാൻ കഴിയുള്ളൂ. 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ നമ്മൾ ഇതിന് അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടി ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് 2 പഞ്ചായത്തിനകത്ത് വലിയൊരു കമ്മ്യൂണിറ്റി ഹാളായിട്ട് നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിൽ വലിയ കല്യാണ മണ്ഡപം ഉണ്ടായിരുന്നില്ല. ഇതിന് പരിഹാരമായാണ് ജില്ലാ പഞ്ചായത്ത് ഇത്ര വലിയ കല്യാണ മണ്ഡപവും സാംസ്കാരിക നിലയവും ഇവിടെ പണിതത്. ഉപ്പുതറ പഞ്ചായത്തിലാണ് മണ്ഡപം തല ഉയർത്തിയത്. വയറിംഗ് പൂർത്തിയാക്കി വെള്ളവും എത്തിച്ച് ഉപ്പുതറ പഞ്ചായത്തിന് 1 മാസത്തിനുള്ളിൽ മണ്ഡപം കൈമാറാൻ കഴിയും വിധത്തിലാണ് നടപടികൾ നടന്നു വരുന്നത്. കല്യാണ മണ്ഡപം പഞ്ചായത്തിന് കൈമാറുന്നതോടെ വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമായി ഇത് മാറും. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.